ഡീ എടീ എടീ എടി എവിടെയാടി നീ ഉള്ളേ? നീ ഇവിടെ ആയിരുന്നോ? എടി എന്നാ എടി നീ എന്നെ വഴക്ക് പറയില്ലേ? വഴക്ക് പറയേണ്ടതാണേ പറയും. എന്നാ? ഇന്ന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായി. ഞാനൊരു ചെറുക്കനെ തല്ലി. തല്ലിയോ? ആരെ? നീ എന്തെന്നൊക്കെ ഈ പറയുന്നേ? തല്ലി പോയതാ. എൻ്റെ കൃഷ്ണ, നീ എന്തൊക്കെ ഒപ്പിച്ചിട്ടേ വരുന്നേ? ആരെയാ നീ തല്ലിയേ? എടി നമ്മളൊന്ന് പുറത്തു പോയപ്പോൾ വഴി വെച്ച് കമൻ്റ് അടിച്ചില്ലേ? അവനൊന്നല്ല, രണ്ടെണ്ണത്തിൻ്റെ കുറവുണ്ടായിരുന്നു. നീ എന്തിനാ അവനെ തല്ലിയേ? ഞാൻ സ്കൂട്ടി കൊണ്ട് വരുമ്പോൾ അവൻ ഓവർടേക്ക് ചെയ്തു എന്നും പറഞ്ഞ് ഒടുക്കത്തെ ഷോ അവൻ. എന്നാ ഷോ? അവൻ എന്നാ നിന്നെ കാണിച്ചേ? എൻ്റെ മുന്നിൽ ഒരു ബൈക്ക് വെട്ടിക്കലും ഓണടിയും തൊലിഞ്ഞ ചിരിയും. എത്രയെന്ന് വെച്ചാൽ ക്ഷമിച്ചോണ്ടിരിക്കണ്ടേ? ഞാൻ തെറി പറഞ്ഞു. അപ്പം നീ തെറി പറഞ്ഞേ ഉള്ളൂ. ഞാൻ പേടിച്ചു പോയി നീ തല്ലി എന്നൊക്കെ പറഞ്ഞപ്പോൾ. അല്ല, ഞാൻ തല്ലി. എന്തിന്? അവൻ എൻ്റെ സ്കൂട്ടിക്ക് വട്ടം വെച്ചു. എന്നിട്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങി വന്ന് എന്നെ, അപ്പേനെ, അമ്മേനെ, നിന്നെ എല്ലാവരെയും തെറി പറഞ്ഞു. ഇടയ്ക്ക് നീ തെറി കേൾക്കണം നല്ലതാ. എന്നിട്ടെന്നാ? തിരിച്ച് ഞാൻ നല്ല പുളിച്ച് തെറി പറഞ്ഞു. അപ്പോൾ അവൻ ഇറങ്ങി വന്ന് എന്നോട് വൃത്തിയോട് പറഞ്ഞു. അപ്പം ഞാൻ നല്ല വൃത്തിക്ക് ഒരെണ്ണം കൊടുത്തു. വൃത്തിയായി. എന്നിട്ടാ തല്ലും വാങ്ങി അവനെങ്ങോട്ട് പോയി? അവനെങ്ങോട്ടും പോയില്ല. ഞാൻ പെട്ടെന്ന് ഇങ്ങ് പോന്നു. നന്നായി. പഠിക്കാൻ വേണ്ടിയിട്ട് പടക്കം പൊടിച്ചോണ്ട് വന്നേക്കുക. എടി അതല്ല, വേറെ പ്രശ്നമുണ്ട്. ഇനി എന്നാ പ്രശ്നം? അവൻ ഇന്ന് വീട്ടിൽ കയറുമെന്നാ പറഞ്ഞേ. അതല്ലേ പ്രശ്നം? നിന്റെ തല്ലും കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടായല്ലോ. അവൻ നേരത്തെ വീട്ടിൽ കയറിക്കോട്ടെ, അതിന് നമുക്കെന്നാ? അവൻ്റെ വീട്ടിലല്ല, നമ്മുടെ വീട്ടിൽ. എന്തിന്? എനിക്കെന്തോ എട്ടിൻ്റെ പണി വെച്ചിട്ടുണ്ട്, അത് ഇന്ന് തന്നെ തരുമെന്നും പറഞ്ഞടി. വീട്ടിൽ കയറി എട്ടിൻ്റെ പണിക്ക് വന്നാലേ അവൻ്റെ മുട്ടിൻ്റെ ചിരട്ട ഉണ്ടാകിയല്ല. എനിക്ക് പേടിയുണ്ട് കേട്ടോ. ഈ ഒരു രാത്രി എന്നല്ല, ഒരു രാത്രിയും നിന്നെ ഭയപ്പെടുത്താൻ ആരും വരത്തില്ല. ഇനി വന്നാ അവനോട്ട് തിരികെ പോകത്തുമില്ല. നീ പോയി എന്തെങ്കിലും എടുത്ത് തിന്നാൻ നോക്ക്. എനിക്കിവിടെ വേറെ പണിയുണ്ട്. ആഹാ, നീ കിടന്ന് ഉറങ്ങുമായിരുന്നോ? പഠിക്കുമായിരുന്നോ? നീ ഇപ്പോഴും അവൻ്റെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുവോ അല്ലേ? അവൻ അങ്ങനെ ഒരുത്തിനാ. കള്ളും കഞ്ചാവും ഒക്കെ ആയിട്ട് നടക്കുന്ന പക്ക ഒരു ഫ്രോഡ്. എടി, അവൻ എങ്ങോട്ടും വരത്തില്ല. നീ ധൈര്യമായിട്ടിരിക്കേ. വീട്ടിൽ കയറാനുള്ള ധൈര്യമൊന്നും അവനുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കള്ളും കഞ്ചാവും ഒക്കെ അടിച്ച് കഴിയുമ്പോഴേ ഇല്ലാത്ത ധൈര്യം ഏത് നീർക്കോലിക്കും വരും. നീ ഇരുന്ന് പഠിക്കാൻ നോക്കടി. വെറുതെ ഓരോന്നാലോചിച്ച് സമയം കളയണ്ട. ഹലോ, ജോസേട്ടാ. അതിപ്പോൾ 2 ദിവസമായില്ലേ? നാളെ എന്തായാലും റബ്ബർ വെട്ടാൻ വേണ്ടി വരണം. അത് കുഴപ്പമൊന്നുമില്ല. അത് ജോസേട്ടൻ നോക്കി ചെയ്തോ. എന്നാ ശരി ജോസേട്ടാ. എന്നാ നീ എന്നെ നോക്കുന്നേ? ഒന്നുമില്ല. നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങി വന്നേ? ടോർച്ചിൻ്റെ വെട്ടം കണ്ടോണ്ട്. നീ വന്നേ, അകത്തൊരു വിരിപ്പൊക്കെ. നീ ആരെയും നോക്കിയേ? അവനെങ്ങാനും വന്നോ? ഞാൻ വെറുതെ അവിടെ ഒച്ച കേട്ടപ്പോൾ. നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നീ കിടന്നൊന്നും ഇല്ല ഇതുവരെ. ഇന്ന് നിൻ്റെ കൂടെ കിടക്കാമെന്ന് വെച്ചു. നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടി.
എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളൂ. ഞാൻ നിൻ്റെ കൂടെ കിടന്നോർത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ. അവൻ വരുമെന്ന് നിനക്കെന്തോ ഉറപ്പുള്ള പോലെ ഉണ്ടല്ലോ. ഹേ, ആര് വരാൻ? ഞാൻ കണ്ടു നീ ആ സോഫയുടെ പുറയിൽ ഒരു പത്തല് കൊണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്. നീ അറിവ് നോക്കണ്ട, നീ കിടന്നുറങ്ങിക്കോ. ഇടി, നീ അവിടെ എങ്ങനെ പോയി കിടക്കാൻ നോക്കി. എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയൊന്നുമില്ല. പോ. അപ്പം ഞാൻ നിൻ്റെ കൂടെ കിടക്കണ്ട. ഞാൻ പോയേക്കുവാ. എൻ്റെ പുറപ്പും തല നീങ്ങി തന്നേര്. അനു, എടി അനു, എഴുന്നേക്ക്, എഴുന്നേക്കടി. എന്നാടി? എടി, പുറകുവശത്തോടെ ആരൊക്കെ നടക്കുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം. നീ വന്നേ. ഞാൻ പറഞ്ഞില്ലേ, അവൻ തന്നെയായിരിക്കും, അവൻ വന്നിട്ടുണ്ടാവും. ഇവിടെ പേടിച്ച് ഒളിച്ചു ചെയ്തിട്ട് ഒരു കാര്യമില്ല. നീ വന്നേ, നമുക്ക് പോയി നോക്കാം. വാ, വാടി ഇങ്ങോട്ട്. നീ പിടിച്ചു. ഇതെന്റെ കയ്യിലിരിക്കട്ടെ. നീ ഒച്ച ഉണ്ടാക്കാതെ എന്റെ പുറകെ വാ. ഇവിടെയൊന്നും ആരും ഇല്ലടി. എടി, അവിടെ ഉച്ചേക്കുന്നുണ്ട്. അവിടെ ആരും ഉണ്ട്. നീ വാ. വർക്കേഴ് അവിടെ നിന്ന് തോന്നുന്നു. നീ ഒച്ച വെക്കല്, ലൈറ്റ് ഓൺ ആക്കല്. ഓൺ ആക്കിയാൽ അവൻ ഓടിക്കളയും. നമുക്ക് പയ്യെ പയ്യെ പോവാം. എടി, അതിനകത്ത് സൗണ്ട് ഉണ്ട്. എടി, അപ്പുറത്തെ ടോയ്ലറ്റിലുണ്ട്. അവിടെ വെട്ടിയിട്ടിട്ടുണ്ട്. അയ്യോ, നീ വന്നേ, നമുക്ക് നോക്കാം. അയ്യോ, ജോസേട്ടാ. ജോസേട്ടൻ തന്നെ മോളെ ഇനി വെളുപ്പിന് റബ്ബർ വെട്ടാൻ വന്ന് എന്റെ തലയടിച്ച് പൊളിച്ച് പരുവാക്കിയല്ലോ. ജോസേട്ടാ, ഞങ്ങൾ കള്ളനാന്ന് ഓർത്തിട്ടാ. എന്നെ പൊന്നു മക്കളെ, മുട്ടിയപ്പോ ഒന്നും കേറിയില്ല. ഇനിയിപ്പോ അടിച്ചാൽ എന്റെ വയറ്റിൽ പോകാൻ തോന്നുന്നു.